അവസരങ്ങളുടെ ഒരു ജനാധിപത്യവൽക്കരണം അനുദിനം ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ സിവിൽ സർവീസിൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1-2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാകില്ല, മാതാപിതാക്കൾക്കാകട്ടെ സംഘാടകർക്കാകട്ടെ ഒക്കെ അറിയാവുന്ന കാര്യമാണല്ലോ, ഒരു 2000 വരെയൊക്കെ സിവിൽ സർവീസിൽ എത്തിച്ചേരണമെങ്കിൽ കേരളത്തിൽ താമസിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അത്ര എക്സെപ്ഷണൽ വിദ്യാർത്ഥിയാകണം. കാരണം അന്ന് സിവിൽ സർവീസിനുള്ള കോച്ചിങ് സൗകര്യങ്ങളാകട്ടെ, അതിനാവശ്യമായ ബുക്കുകളാകട്ടെ, മെൻറ്റേഴ്സ് ആകട്ടെ, കൃത്യമായ ഗൈഡൻസ് ആകട്ടെ, അതൊക്കെ ലഭിക്കുന്നത് മെട്രോ നഗരങ്ങളിൽ, പ്രത്യേകിച്ചും ഡൽഹിയിൽ അല്ലെങ്കിൽ ബോംബെ പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സർവീസിലെത്തിയ വ്യക്തികളുടെ ആത്മകഥകളൊക്കെ വായിച്ചാലും നമുക്കറിയാം അല്ലെ, അവരൊക്കെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഡൽഹിയിൽ പോയി അല്ലെങ്കിൽ കൽക്കട്ടയിൽ പോയി അവിടെ താമസിച്ച് പഠിച്ച് അവിടെ മാത്രം ലഭിക്കുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് സിവിൽ സർവീസിലേക്ക് വന്നത് അല്ലെ. അപ്പം നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു മെട്രോ നഗരത്തിൽ പോയി അവിടുത്തെ വലിയ ജീവിത ചെലവുകൾ വഹിച്ച് 1-ലധികം വർഷങ്ങൾ അവിടെ താമസിച്ച് പഠിക്കണമെങ്കിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു എലീറ്റ് പ്രിവിലേജ്ഡ് ക്ലാസ്സിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു അന്ന് സിവിൽ സർവീസിലേക്ക് എത്തുക എന്നുള്ളത്. അതേപോലെ IIT എൻട്രൻസ് കിട്ടണമെങ്കിൽ കോട്ടയിൽ പോയി പഠിച്ചാലേ പറ്റൂ എന്നുള്ള നമുക്ക് ഒരു യാഥാർത്ഥ്യമായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഈ 2026 എത്തി നിൽക്കുമ്പോൾ ഈ അവസരങ്ങളൊക്കെ വളരെയധികം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ. ഞാൻ പറയേണ്ട കാര്യമില്ല, കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് റിസൾട്ട് നോക്കിയാൽ കേരളത്തിൽ 1-ാം റാങ്ക് കിട്ടിയത് ശ്രീജ എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ് അല്ലെ. അവരങ്ങനെ എലീറ്റ് ക്ലാസ്സിലൊന്നുമുള്ള കുട്ടിയല്ല, ഒരു സാധാരണ നിർമ്മാണ തൊഴിലാളിയുടെ, തിരുവനന്തപുരത്തെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു നിർമ്മാണ തൊഴിലാളിയുടെ മകളാണ്. മാധ്യമങ്ങളൊക്കെ അവളുടെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ ചുമര് തേച്ചിട്ട് പോലും ഇല്ലാത്ത അല്ലേ, കേവലം ഇഷ്ടിക കെട്ടിപ്പടുക്കിയ ഒരു വീട് മാത്രമുള്ള, ചുമര് തേച്ചിട്ടില്ലാത്ത ഒരു വീട്ടിലെ ഒരു പഠനമുറിയിൽ ഇരുന്നാണ് ആ കുട്ടി ഓൾ ഇന്ത്യ 57-ാം റാങ്ക് വാങ്ങിയത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥികളോട് മത്സരിച്ച് 57-ാം റാങ്ക് വാങ്ങി ഇന്ന് IFS ഇന്ത്യൻ ഫോറിൻ സർവീസിൽ എത്തി നിൽക്കുന്നത്. സോ അത്തരം പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള വലിയ സാധ്യതകൾ, പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഒരു ഡിജിറ്റൽ വിപ്ലവം അല്ലെ, ഒരു ഇൻഫർമേഷൻ വിപ്ലവം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കോട്ടയിൽ പോയി പഠിക്കാതെ, ഡൽഹിയിൽ പോയി പഠിക്കാതെ, നമ്മുടെ നാട്ടിൽ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ തിരൂർ സബ് ഡിവിഷനിൽ ഇരുന്ന് പഠിക്കുന്ന, നമ്മുടെ നാട്ടിലെ മികവിൻ്റെ കേന്ദ്രങ്ങളായ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഡൽഹിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന അതേ മെറ്റീരിയൽ അല്ലെ, അതേ ബുക്കുകൾ, അതേ സ്റ്റഡി മെറ്റീരിയൽ, അതേ മെൻറ്റേഴ്സ്, അതേ ഗൈഡൻസ് നമ്മുടെ നാട്ടിൽ അതേ ക്വാളിറ്റിയിലുള്ള അധ്യാപകരെ ലഭിക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കുക. അതിനുചിതമായിട്ടുള്ള വലിയ സ്വപ്നങ്ങൾ കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെ. അവിടെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ കുട്ടികൾ, നമ്മൾ പല സ്കൂളുകളിലും പോകുമ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ചും +2 കഴിഞ്ഞ കുട്ടികളോട് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ, ഇനി എന്താണ് പ്ലാന് അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾ പറയും അല്ലേ, ഒരു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ JNUവിൽ പോകണം, എയിംസിൽ പോകണം, IITയിൽ പോകണമെന്നൊക്കെയാണ്. പക്ഷെ കുട്ടികൾ പറയുന്നത് നാട്ടിലെ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ഡിഗ്രിക്ക് പോകണമെന്നാണല്ലേ. കുട്ടികളോട് നമ്മൾ പലപ്പോഴും ചോദിക്കും, നിങ്ങൾ IIT എന്ന് കേട്ടിട്ടില്ലേ, അവിടെ എന്താണ് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാത്തതെന്ന് പറയുമ്പം എന്താ പറയുക, നാട്ടിൽ അങ്ങനെ പോയിട്ടില്ല കുട്ടികൾ. ആ ഒരു ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മാതാപിതാക്കൾക്ക് പോലും ആശങ്കകളാണ് കുട്ടികളെ പുറത്ത് വിട്ട് പഠിപ്പിക്കുവാൻ. സോ അങ്ങനെ മിതമായ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാതെ വലിയ സ്വപ്നങ്ങൾ കാണുവാൻ അല്ലേ, ആകാശത്ത് പറക്കുന്ന സ്വപ്നങ്ങൾ കാണുവാൻ, വലിയ ഉയരെ എത്തിച്ചേരുന്ന നാടിൻ്റെ അഭിമാനങ്ങളായിട്ട് മാറുന്ന സ്വപ്നങ്ങൾ കാണുവാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളും ആ രീതിയിൽ, ഇത്രയധികം മാതാപിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നത് തന്നെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കുട്ടികളുടെ ഈ ഒരു വിജയത്തിൽ പങ്കുചേരുവാൻ, അവരെ വലിയ സ്വപ്നങ്ങൾ കാണുവാൻ നിങ്ങൾ പഠിപ്പിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഏതൊരു കരിയർ മേഖലയിലാണെങ്കിലും അവിടെ എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള വിവരമൊന്നും അല്ല, ഇന്നൊരു ഗേറ്റ് കീപ്പിംഗ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ സിവിൽ സർവീസിലാണെങ്കിൽ നിങ്ങൾ വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എത്രയോ സിവിൽ സർവീസ് ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ്, ബ്ലോഗ്സ്, എങ്ങനെയാണ് അവർ പഠിച്ചത്, ഏത് രീതിയിലാണ് അവർ പഠിച്ചത്, എങ്ങനെയാണ് ഓരോ ഘട്ടവും അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്താണ്, സിലബസ് എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കാലമാണ്. ഒരു അക്കാഡമിക് മേഖലയിലേക്ക് പോയാലും പണ്ടൊക്കെ നമുക്കറിയാം, റിസർച്ച് ചെയ്യണമെങ്കിൽ, PhD ചെയ്യണമെങ്കിൽ, ഒരു ജേർണൽ റെഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും വലിയ സർവകലാശാലയിൽ പോയി അവിടുത്തെ ലൈബ്രറിയിൽ പോയി അല്ലെ, അവിടുത്തെ ലൈബ്രറിയിൽ മാത്രം ലഭിക്കുന്ന ജേർണലുകൾ റെഫർ ചെയ്തൊക്കെ നമുക്ക് ഒരു റിസർച്ചിന് ആവശ്യമായ വിവരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്നത് നമ്മുടെ വിരൽത്തുമ്പിലുള്ള കാര്യമാണ്. ChatGPTയോട്, ജെമിനിയോട് നമ്മൾ ചോദിച്ചാൽ ഈ 2026 മെയ് മാസം വരെ പബ്ലിഷ് ആയിട്ടുള്ള മുഴുവൻ ജേർണലുകളിലും അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ കണ്ടന്റും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഈ രീതിയിൽ അവസരങ്ങളും
സാധ്യതകളും മെറ്റീരിയലും ഒക്കെ ജനാധിപത്യപരമായിട്ട് നമ്മുടെ കയ്യിലെത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനുചിതമായിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കറിയാം അല്ലേ, നമ്മുടെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർഷങ്ങളാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. +2 കഴിഞ്ഞ കുട്ടികൾക്കറിയാം, സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ഒരു സർവകലാശാലയിലേക്ക്, ഒരു ക്യാമ്പസ് ജീവിതത്തിലേക്ക് നമ്മൾ നടന്നെടുക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവിലെത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രചോദനമായിട്ട് നിങ്ങൾ ഈ ഒരു വിജയം മാറ്റുക. വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്തു പോവുക. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ലെങ്കിലും 2-3 കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ പരന്ന വായന ഉണ്ടാക്കിയെടുക്കുക. അല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതായി പോകുന്ന ഒരു സംഗതിയും അതാണ്. പലപ്പോഴും പല മേഖലകളിലും നമ്മുടെ കുട്ടികൾ പിന്നോട്ട് പോകുന്നതിൻ്റെ ഒരു സാഹചര്യം അതാണ്. പ്രത്യേകിച്ചും അല്ലേ, നമ്മുടെ കുട്ടികൾ അക്കാഡമിക്കലി നല്ല കഴിവുള്ള കുട്ടികളൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന ഇൻ്റർവ്യൂകളൊക്കെ വരുമ്പോൾ പല മേഖലകളിലും മലയാളി കുട്ടികൾ പിന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലേ, ആ സിലബസിന് പുറത്തു നിന്നൊരു ചോദ്യം വരുമ്പോൾ തങ്ങളുടെ അറിവിനെ ടെസ്റ്റ് ചെയ്യുന്ന, ലോക വിവരങ്ങളെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അവബോധമുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യം ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയൊക്കെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെ, അതിൽ നിന്ന് മാറി വലിയ പരന്ന വായന ഉണ്ടാക്കിയെടുക്കുവാൻ, അതേപോലെ തന്നെ കൃത്യമായ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ. അല്ലേ, നിങ്ങൾ വിജയികളായ കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വിജയമെന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ്റെ ഔട്ട്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിജയമെന്ന് പറയുന്നത് നല്ല ശീലങ്ങളുടെ അനിവാര്യമായ പര്യവസാനം, സന്തോഷകരമായ പര്യവസാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെ നമ്മൾ നോക്കിയാലും, ഇപ്പോൾ സിവിൽ സർവീസ് നോക്കിയാൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. സിവിൽ സർവീസിൽ എത്തിച്ചേരുന്നത് മുഴുവൻ ഭയങ്കരമായ ഐക്യമുള്ള, സ്കൂളുകളിലൊക്കെ ബ്രില്യൻ്റായിട്ട് പെർഫോം ചെയ്തിരുന്ന, അല്ലെ, ആ രീതിയിൽ തലച്ചോറിൻ്റെ എന്തോ മാഹാത്മ്യം കൊണ്ട് എത്തിച്ചേരുന്ന വ്യക്തികളാണെന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അല്ലേ, സിവിൽ സർവീസ് റിസൾട്ടുകൾ നമ്മൾ നോക്കിയാൽ, ഓരോ ബാച്ചിലും എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളെ നോക്കിയാൽ, അല്ലേ, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോയി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് IAS എത്തുന്നത്, എങ്ങനെയുള്ളവരാണ് പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. ഒരൊറ്റ മാനകം പറഞ്ഞാൽ ഞാൻ പറയും ഹാർഡ് വർക്കാണ്. അല്ലെ, ഓരോ ദിവസവും രാവിലെ എണ്ണീറ്റ് 1 വർഷം കഴിഞ്ഞാകട്ടെ പരീക്ഷ, അല്ലെ 8 മാസം കഴിഞ്ഞാകട്ടെ, അതിനുവേണ്ടി ഇന്ന് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രയത്നിക്കും എന്ന ബോധ്യത്തോടു കൂടി ഓരോ ദിവസവും രാവിലെ എണ്ണീറ്റ് അധ്വാനിക്കുന്ന വിദ്യാർത്ഥികളാണ് വളരെ സിമ്പിളായിട്ട് പ്രിലിംസ് ആകട്ടെ, മെയിൻസ് ആകട്ടെ, ഇൻ്റർവ്യൂ ആകട്ടെ, ഓരോ ഘട്ടങ്ങളും കടന്ന് IAS, IFS, IPS എത്തിച്ചേരുന്നത്. ഏത് മേഖലയിലും അത് തന്നെയാണ്. അല്ലേ, നമ്മുടെ IQവിന് അതിൻ്റെ ഒരു പങ്കുണ്ട്, നമ്മൾ പഠിക്കുന്ന ബുക്കുകൾക്ക് അതിൻ്റെ ഒരു പങ്കുണ്ട്, നമുക്ക് നല്ല ഗൈഡുകൾ, മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അതിൻ്റെ ഒരു പങ്കുണ്ട്. പക്ഷെ അതിനപ്പുറം ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്നത് കൃത്യമായ ഹാർഡ് വർക്കാണ്, കൃത്യമായ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലേ, പഠനത്തിൽ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ ഒരു സ്റ്റഡി ടൈം ടേബിളും കൃത്യമായ ഒരു പ്ലാനും കൃത്യമായ മോഡൽ എക്സാമുകളൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായ പ്രിപ്പറേഷനും ഒക്കെ നിങ്ങളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ നിങ്ങളുടെ വിജയത്തിനാവശ്യമായ സംഗതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് നിങ്ങളുടെ ജീവിതചര്യയുടെ, അല്ലെ, ഹാബിറ്റ്സ് ആക്കി മാറ്റിയെടുക്കുവാൻ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആറ്റോമിക് ഹാബിറ്റ്സ് എന്നൊരു ബുക്കുണ്ട്, അല്ലേ, നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും, ജെയിംസ് ക്ലിയറിൻ്റെ. സോ അതിൽ പറയുന്നതല്ലേ, നമ്മൾ വിജയികളായ വ്യക്തികൾ ഏത് മേഖലയിലാകട്ടെ, അക്കാഡമിക്സിലാകട്ടെ, സ്പോർട്സിലാകട്ടെ, ആർട്സിലാകട്ടെ, വിജയികളായ വ്യക്തികളുടെ വിജയമെന്ന് പറയുന്നത് അത്യന്തികമായിട്ട് ഒരു ഹാബിറ്റ് ഫോർമേഷൻ ആണെന്നാണ് നമ്മൾ പറയുക. ഇപ്പം ഒരു ഉദാഹരണം എടുത്താൽ, ചെസ്സിൽ ലോകത്തെ ഏറ്റവും മികച്ച നിലവിലെ പ്ലെയർ മാഗ്നസ് കാൾസൺ ആണല്ലേ. അദ്ദേഹം വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നിന്നൊക്കെ അദ്ദേഹം ഒരു വിരമിക്കലിലേക്ക് കടന്നിരിക്കുന്നുവെങ്കിലും നിലവിൽ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ചെസ് പ്ലെയർ മാഗ്നസ് കാൾസൺ ആണ്. ഇന്ത്യയിൽ നോക്കിയാൽ പ്രജ്ഞാനന്ദയെ പോലെ, മലയാളിയായ നിഹാൽ സരനെ പോലെയൊക്കെ അനേകം പ്രഗത്ഭരായ ചെസ് പ്ലെയേഴ്സ് ഇന്ത്യയിൽ ഈ സമീപകാലത്ത് കടന്നു വരുന്നുണ്ട്. സോ അവരൊക്കെ എങ്ങനെ ആ ഒരു ഗ്രാൻഡ് മാസ്റ്റർ തലത്തിലെത്തിയെന്ന് നോക്കിയാൽ അവരുടെ IQവും അവരുടെ ബ്രില്യൻസും ഒക്കെ വലിയ പങ്ക് വഹിക്കുമ്പോഴും ഓരോ ദിവസവും 8-9 മണിക്കൂർ ചെസ്സ് പഠിക്കുവാൻ വേണ്ടി പലപ്പോഴും വളരെ വിരസമായിട്ട്, അല്ലെ, ചെസ്സ് കളിക്കുന്നവർക്കറിയാം ആദ്യത്തെ കുറച്ച് മൂവ്സൊക്കെ വളരെ റെപ്പറ്റേറ്റീവാണ്. നമ്മൾ തിയറി പഠിച്ച് ആ തിയറി അപ്ലൈ ചെയ്യുകയാണ്. സോ അങ്ങനെ അതിൻ്റെ തിയറി പഠിക്കുവാൻ വളരെ വിരസമായിട്ട് ഓരോ ദിവസവും ഒരേ മൂവ് തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി എടുക്കുവാൻ, ബോർഡിൻ്റെ ഓരോ പൊസിഷനും നോക്കി അടുത്ത മൂവ് എന്താണെന്ന് മനസ്സിലാക്കി അത് ഹൃദയസ്ഥമാക്കി എടുക്കുവാനൊക്കെ ദിവസവും 8-10 മണിക്കൂറുകൾ ചെറിയ പ്രായം മുതൽ, ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ 4-5 വയസ്സ് മുതൽ. ഇന്നത്തെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഒക്കെയും, അല്ലേ, അവർ ചെസ്സ് കളിച്ചു തുടങ്ങുന്നതും ശാസ്ത്രീയമായിട്ട് പഠിച്ചു തുടങ്ങുന്നതും നമ്മൾ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പോകുന്ന പ്രായത്തിലാണ്. ആ രീതിയിൽ 1ാം ക്ലാസ് മുതൽ ദിവസേന ഇത്രയധികം മണിക്കൂറുകൾ അവർ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ
ഒരു ഗ്രാൻഡ് മാസ്റ്റർ തലത്തിൽ എത്തുമ്പോൾ അല്ലേ രാജ്യത്തിന് അഭിമാനങ്ങളായിട്ട് അവർ മാറുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സക്സസ് എന്നുള്ളത് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ് അല്ല എന്ന് അല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ് വിജയിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്കൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് IIT അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ, സിവിൽ സർവീസ് കിട്ടിക്കഴിയുമ്പോൾ അല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു റെക്കഗ്നിഷനാണ് കിട്ടുന്നത്. പക്ഷെ അത് കിട്ടുന്നതിന് പിന്നിൽ പലപ്പോഴും വിരസമാണെന്ന് നമുക്ക് തോന്നാവുന്ന അല്ലേ, ഓരോ ദിവസവും രാവിലെ എണ്ണീറ്റ് പഠിക്കുന്നത് ഈ ഇവിടെ വന്ന് അവാർഡ് വാങ്ങുന്നത് പോലെ തന്നെ കൗതുകകരമായ സന്തോഷമുള്ള സംഗതിയല്ല. പക്ഷെ അങ്ങനെ വിരസമായ ഒരു പാറ്റേൺ ജീവിതത്തിൽ ദിനചര്യയുടെ ഭാഗമായി മാറുമ്പോൾ അതിൻ്റെ വിരസത ഇല്ലാതാകുമെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ സിവിൽ സർവീസിലൊരു ഉദാഹരണം പറഞ്ഞാൽ അല്ലേ, ഞാൻ പറയാറ് തന്നെ നിങ്ങൾക്കറിയാം, IAS കിട്ടണമെങ്കിൽ, സിവിൽ സർവീസ് പരീക്ഷയിൽ ടോപ്പർ ആകണമെങ്കിൽ സിലബസിൽ ഏറ്റവും പ്രധാനമായ സംഗതി പൊതുവിജ്ഞാനമാണ് അല്ലേ, കറണ്ട് അഫയേഴ്സാണ്. ദിവസവും ഒരു നല്ല ഇംഗ്ലീഷ് പത്രം വായിക്കുക എന്നുള്ളത് നമ്മുടെ പ്രിപ്പറേഷനെ ഒഴിച്ചു കൂട്ടാനാവാത്ത സംഗതിയാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും നമ്മൾ ഇതിനുവേണ്ടി മുഴുവൻ സമയം പഠിക്കുന്ന ആസ്പിറൻസിനെ നോക്കിയാൽ അല്ലേ, തിരുവനന്തപുരത്തോ ഏതെങ്കിലും സിവിൽ സർവീസ് അക്കാഡമികളിൽ അല്ലേ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഇതിനുവേണ്ടി പഠിക്കുന്ന സീരിയസ് ആസ്പിറൻസിനെ നോക്കിയാൽ പോലും അവരിൽ എല്ലാ ദിവസവും ഇംഗ്ലീഷ് ദിനപത്രം വായിക്കുന്ന ആൾക്കാരുടെ ശതമാനം ഒരു 30-40% പരമാവധി ഉണ്ടാവുകയുള്ളൂ അല്ലേ. ശീലങ്ങൾ ഉണ്ടാക്കുന്ന അത്ര എളുപ്പമുള്ള സംഗതിയല്ല. പക്ഷേ നിങ്ങൾ ആ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഓൾറെഡി ആ കോമ്പറ്റീഷനിൽ 70% പേരെ നിങ്ങൾ പിന്നിലാക്കി കഴിഞ്ഞു അല്ലേ. ആ രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ ദിവസേന സിവിൽ സർവീസ് ആസ്പിറൻ്റായ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് കംഫർട്ടബിളായിട്ടൊരു സമയത്ത് ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കാൻ 1 മണിക്കൂർ എല്ലാ ദിവസവും മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന 70-50% പേരും ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ സ്വായത്തമാക്കി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മത്സരിക്കുന്നത് ബാക്കിയുള്ള 20% പേരോട് മാത്രമാണ്. സോ അങ്ങനെ ഓരോ നല്ല ശീലം ഉണ്ടാക്കിയെടുക്കുമ്പോഴും ആ രീതിയിൽ വിജയത്തിലേക്ക് നിങ്ങൾ മുന്നേറുകയാണ്, 1%, 2% എന്നുള്ള രീതിയിൽ മുന്നേറുകയാണ് എന്ന കാര്യം ഒരിക്കലും മറന്നു പോകാതെ നല്ല ശീലങ്ങൾ രൂപീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. ആ രീതിയിൽ ഇന്ന് നേടിയ വലിയ വിജയം ഇതിലും വിജയകരമായ നാളുകളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആദരണീയനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജി അവറുകൾ ഇന്ന് ആദരണീയനായ MLAയും ബഹുമാനപ്പെട്ട മന്ത്രിയുമൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ വിജയത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് അവർ നൽകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഭാവിയിൽ ഇതിലും വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങൾ നടന്നു കയറുവാൻ നിങ്ങൾക്കുള്ളൊരു പ്രോത്സാഹനമായിട്ട് കാണുക. ആ രീതിയിൽ ഇനിയും പലവട്ടം ഇതിലും വലിയ നേട്ടങ്ങൾ നേടി നിങ്ങളെ അഭിനന്ദിക്കുവാൻ ഈ നാടിനും ഞാനും ഈ സംഘാടകരും ഒക്കെ ഉൾപ്പെടുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉൾപ്പെടുന്ന എല്ലാവർക്കും ഇനിയും ഏറെക്കാലം നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുവാൻ സാധിക്കട്ടെ എന്ന് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ സമയമെടുക്കുന്നില്ല. ആദരണീയനായ മന്ത്രി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വിജയികളായ ഇന്ന് ഈ നാടിൻ്റെ എൻ്റെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും ആദരണീയനായ MLAയുടെയും ഭരണകൂടത്തിൻ്റെയൊക്കെ അഭിമാനങ്ങളായിട്ട് മാറിയ എല്ലാ വിദ്യാർത്ഥിനികളെയും ഒരിക്കൽ കൂടി ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു. ഇനി നമ്മുടെ മന്ത്രി എത്തിക്കഴിഞ്ഞു. വീണ്ടും അധ്യക്ഷ പ്രദർശനത്തിലേക്ക്